മാഷേ, മുനമ്പത്തുകാരുടെ സമരം തീരുകയാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അവർക്ക് കരമടക്കാനുള്ള ഒരു അവകാശം. അതായത് ഇനി ഈ കാര്യത്തിൽ ഈ വിധി വരുന്നത് വരെ കരമടക്കാമെന്നുള്ള ഒരു ഇടക്കാല ആശ്വാസം അവർക്ക് വന്നതായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓ അതിന് പിന്നാലെയാണ് ഈ ഒരു സമരം തീരുന്നതായിട്ടുള്ള വാർത്ത വരുന്നത്. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച 414 ദിവസം ഇവരുടെ സമരം അല്ലേ, അത് പിന്നിടുകയും ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചത്? അവർക്ക് പൂർണ്ണമായിട്ടും നീതി ലഭിച്ചോ? അതോ ഭാഗികമായിട്ടാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരിപ്പോൾ സമരം നിർത്തുന്നത്? സമരം അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഉം. കേരള ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ച്, അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്, ജസ്റ്റിസ് സി ജയേന്ദ്രൻ്റെ ഉം. ഒരു വിധി കഴിഞ്ഞ ദിവസം 26-ാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു വിധി കിട്ടിയവർക്ക്. ഉം. ആ വിധി എന്താണെന്ന് വെച്ചാൽ മുനമ്പത്തെ ഭൂമിയുടെ ഉടമകൾക്ക് നികുതി അടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. 2019 വഖഫ് ബോർഡ് അവരുടെ ഭൂമി ഏറ്റെടുത്തിട്ട് ബലമായി ഏറ്റെടുത്തിട്ട് ഉം. പതിറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിച്ചു പോകുന്ന തലമുറകളായിട്ട് ജീവിച്ചു പോകുന്നവരാണ്. അവരൊക്കെ ആ ഭൂമി വിലക്ക് വാങ്ങിയവരാണ്. അവരുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ട്. എന്തുണ്ടായാലും ഉം. ഏത് ഡോക്യുമെൻറ്റിനെയും മറികടക്കുന്ന ഒരു നിയമം ഇന്ത്യയിലുണ്ട് ഉണ്ടായിരുന്നു. അതാണ് ഈ വഖഫ് നിയമം. വഖഫ് നിയമം അനുസരിച്ച് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിക്കുന്നു. ഉം. അവരുടെ ഭൂമി ഏതൊക്കെയാണ് എന്നുള്ള വഖഫ് ബോർഡിൻ്റെ പട്ടികയിൽ മുനമ്പം ഭൂമി രേഖപ്പെടുത്തി വരുന്നു. ഉം. അതനുസരിച്ച് അപ്പോഴും അത് മുനമ്പത്തുകാരായ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ 614 കുടുംബങ്ങളുടെ പേരിലാണ് എന്ന് നിലനിന്നത് ഇവർക്ക് സഹിക്കുന്നില്ല. അവർ കേരള ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. റവന്യൂ വകുപ്പ് ഉടനെ ഉത്തരവിടുന്നു. ഉടനെ അല്ല, 2022 19 മുതൽ വഖഫ് ബോർഡും ഗവൺമെൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നു. 2022 അവർ ഉത്തരവിടുന്നു. എന്താണ് ഉത്തരവ്? ഇനി മുതൽ മുനമ്പത്തുകാർ സ്വന്തം ഭൂമിയുടെ നികുതി അടക്കാൻ പാടില്ല. അങ്ങനെ അടക്കാൻ വന്നാൽ വില്ലേജ് ഓഫീസിൽ സ്വീകരിക്കാൻ പാടില്ല. അന്നു മുതലാണ് അവർ അന്യാധീനപ്പെട്ടത്. അവരുടെ ഭൂമി അന്യാധീനപ്പെട്ടതെന്ന് പറഞ്ഞാൽ 922 മുതൽ. ഇപ്പോൾ ഏതാണ്ട് രണ്ടിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ 2026 പോകുന്നു. 4 കൊല്ലത്തോളം അവർ സ്വന്തം ഭൂമി കിടപ്പാടം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരുന്നു. ആ സമരമാണ്. അപ്പോൾ അതുണ്ടാക്കിയ ഒരുപാട് നിയമ നടപടികൾ, കേസുകൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടായി പലതരത്തിൽ. അപ്പോൾ 1 കൊല്ലം മുമ്പാണ് അവർ അവിടെ പന്തല് കെട്ടി ഒരു 24 മണിക്കൂറും ഈ അഖണ്ഡ റിലേ നിരാഹാരം, മാറി മാറി ആളുകൾ ഇരുന്ന് നിരാഹാര സമരം തുടങ്ങിയത്, മുനമ്പം നിവാസികൾ. അപ്പോൾ ആ സമരം ഇപ്പോൾ 414 ദിവസം അടുത്ത ഞായറാഴ്ചത്തേക്ക് പൂർത്തിയാവുകയാണ്. അന്ന് സമരം നിർത്തുകയാണ് അവർ. കാരണം ഇപ്പോൾ അവർക്ക് നല്ല പ്രതീക്ഷ വന്നിട്ടുണ്ട്. കാരണം ഈ സമരത്തിൽ 2 വിധി വന്നു അവർക്ക്. ഒന്ന്, കഴിഞ്ഞ മാസം ഒക്ടോബർ 9-ാം തീയതി ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു. അതാണ് സത്യത്തിൽ വളരെ ലാൻഡ്മാർക്കായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായൊരു വിധിയാണത്. ഒക്ടോബർ 9-ന് ഡിവിഷൻ ബെഞ്ച് 2 ജഡ്ജിമാരുടെ ഡിവിഷനാണ്. അതായത് ജസ്റ്റിസ് എസ് എ ധർമാധികാരി എന്ന ഒരു ജഡ്ജിയും ജസ്റ്റിസ് ശ്യാംകുമാർ VM. ജസ്റ്റിസ് ശ്യാംകുമാറും ജസ്റ്റിസ് ധർമാധികാരിയും ചേർന്ന ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഒക്ടോബർ 9-ന് ഒരു 1.5 മാസം മുമ്പ് ഒരു വിധി കൊടുത്തു. ആ വിധിയിൽ അവർ പറഞ്ഞത്, ഈ മുനമ്പം തർക്കഭൂമിയുടെ അടിസ്ഥാനപരമായ ഒരു രേഖ 1950 നവംബർ 1-ന് രജിസ്റ്റർ ചെയ്ത ഒരു ആധാരമാണ്, ഒരു ഡോക്യുമെൻ്റ്. ആ ആധാരം വഖഫായി പരിഗണിക്കാൻ പറ്റില്ല. ഇതെന്താ, മുനമ്പത്തിൻ്റെ ഒരു കേസ് അറിയാലോ, ഏതാണ്ട് 110 കൊല്ലം പഴക്കമുള്ളൊരു കേസാണ്. 110 കൊല്ലം എന്ന് പറഞ്ഞാൽ 1915 തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിയിലെ സേട്ടുമാർക്ക് പാട്ടത്തിനെടുത്ത കൃഷി ചെയ്യാൻ വെറുതെ കിടന്നിരുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിനെ ഏതാണ്ട് 414 ഏക്കർ ഭൂമി, ആ ഭൂമി എത്രയാണോ ആ ദ്വീപുള്ളത്, അത് മൊത്തമായിട്ട് കൃഷി ചെയ്തോളാൻ പാട്ടത്തിനെടുത്തതാണ്. അത് പിന്നീട് പാട്ടത്തിനെടുത്തു 915 110 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് 947 ആയപ്പോൾ സ്വതന്ത്രമാകുന്നതിന് തൊട്ട് മുമ്പ് തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഭൂമി ആർക്കും ഉപയോഗപ്പെടുത്താതെ ആകും. കാരണം റവന്യൂ അധികാരം മാറുമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അന്നത്തെ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് പിന്നീട് ഇവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് മുമ്പ് ഇവരുടെ ഉടമസ്ഥാവകാശവും കിട്ടി. അങ്ങനെയാണ് സിദ്ദിഖ് സേട്ട് എന്നൊരാളുടെ കയ്യിൽ ഇത് വരുന്നത്. അപ്പോൾ 46-47 കാലത്ത് ഇവർക്ക് കൈവശാവകാശം കിട്ടിക്കഴിഞ്ഞ ഭൂമി പിന്നീട് അവർ ചെയ്യുന്നത് അവരുടേതായ ചില കാരണങ്ങളാൽ, അതിനകത്ത് ഒരുപാട് സങ്കീർണമാണ്, പല കള്ളത്തരങ്ങളും നടന്നിട്ടുണ്ട്. സിദ്ദിഖ് സേട്ട് എന്നൊരാൾ സത്യത്തിൽ അതിൻ്റെ യഥാർത്ഥ ഉടമയെ പറ്റിക്കാൻ വേണ്ടി കാണിച്ച പണിയാണെന്നൊക്കെ ചരിത്രത്തിലുണ്ട്. എന്തായാലും 1950 നവംബർ 1-ന് ഒരു ആധാരം രജിസ്റ്റർ ചെയ്തു. അതെന്താ ചെയ്യുന്നത്? 1950 നവംബർ 1-ന്
രജിസ്റ്റർ ചെയ്ത ആധാരപ്രകാരം പറയുന്നത് ഈ ഭൂമി മുനമ്പം പ്രദേശത്തെ ഈ 414 ഏക്കർ ഭൂമി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫറൂഖ് കോളേജിന് 1946 തൊട്ട് അവിടെ ഒരു അറബിക് കോളേജും 48 മുതൽ അവിടെ ഒരു ആർട്സ് കോളേജും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കോളേജിന് ഞാൻ സംഭാവന കൊടുത്തിരിക്കുന്നു എന്നതാണ് ആധാരം. ആര്? സിദ്ദിഖ് സെട്ട് എഴുതി വെച്ച ആധാരമാണ്. പക്ഷേ ആ ആധാരത്തിൽ കാണിച്ച ഒരു അനധികൃതമായ ഇടപാട് എന്താ വെച്ചാൽ, ഇത് ഞാൻ വഖഫ് ആയി വഖഫ് ആധാരമായി രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ്. ഈ വഖഫ് എന്ന വാക്ക് ഭയങ്കര അപകടം പിടിച്ചൊരു വാക്കാണ് ഇന്ത്യയുടെ റവന്യൂ നിയമത്തിൽ. വഖഫ് ഉണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും ഒരാൾ എഴുതി വെച്ചാൽ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ ഇല്ല. അത് ദൈവത്തിൻ്റെതാണ് ഭൂമി, പിന്നെ ഒരാൾക്കും ഒരു മനുഷ്യനും പിന്നെ അതിൽ അവകാശമില്ല. അപ്പോൾ 1950 നവംബർ 1 വഖഫ് ആയി രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് എന്ന് ആ രേഖ വെച്ചിട്ടാണ് കേരളത്തിലെ വഖഫ് ബോർഡ് പിന്നീട് ആ രേഖ കണ്ടെടുത്തിട്ട് വഖഫ് ബോർഡ് അവകാശപ്പെടുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. പിന്നെ വഖഫ് ബോർഡിനെതിരായിട്ട് കേസ് കൂടുന്ന ആരാന്നറിയോ? ഈ ഭൂമി കൈവശം വെച്ച ഫറൂഖ് കോളേജാണ്. കാരണം ഫറൂഖ് കോളേജിനാണ് എഴുതി കൊടുക്കുന്നത്. ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ഭൂമി പിന്നെ ആരുടേതാണ്? ഫറൂഖ് കോളേജിന് ഉപയോഗിക്കാനുള്ളതാണ്. അത് പിന്നീട് അവർ ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് കുറേശ്ശെ പലപ്പോഴായിട്ട് വിറ്റിട്ടാണ് ഇവർക്ക് ഈ ഭൂമി കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ മുനമ്പത്തുകാർ ധരിക്കുന്ന എന്താ, ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്, അവർ വിറ്റു, ഞങ്ങൾ കാശ് കൊടുത്തു, ആധാരം രജിസ്റ്റർ ചെയ്തു, ഇക്കാലം അത്രയും നികുതി അടച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് 2019 ആയപ്പോൾ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ, 100 മീൻസ് അതിനിടയിൽ എപ്പോഴും പല കാലങ്ങളിലായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും 2019 മുതൽ വഖഫ് ബോർഡ് പറയാണ് 1950 ആധാരപ്രകാരം ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ കസ്റ്റോഡിയൻ, ഇനി ആരും നികുതി അടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇതിൽ ഈ കഴിഞ്ഞ മാസത്തെ ഒക്ടോബർ 9 വിധിയിലാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിക്കുന്ന ഈ കേരള ഹൈക്കോടതി. ആ വിധിയിൽ എന്താ പറയുന്നത്? 50 നവംബർ 1 ആധാരം ശരിയല്ല, ആ ആധാരം വിശ്വസനീയമല്ല. കാരണം അതിൽ വഖഫ് ആധാരമാണെന്ന് പറയുന്നുണ്ട്, ഒരു വാക്ക് വഖഫ് എന്ന് ചേർത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നു, എന്നെങ്കിലും ഫറൂഖ് കോളേജിന് ആ ഭൂമി ആവശ്യമില്ല എന്ന് തോന്നിയാൽ ഞങ്ങളുടെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാന രേഖ എന്താണെന്ന് വെച്ചാൽ അൺകണ്ടീഷനിലായിരിക്കണം. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് വഖഫ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭൂമി ഞാൻ ദൈവത്തിന് ദാനം ചെയ്താൽ പിന്നെ ദൈവത്തിൻ്റെ കസ്റ്റോഡിയന്മാരായ വഖഫ് ബോർഡിന് എന്തും ചെയ്യാം എന്നല്ലാതെ അത് എന്ത് ചെയ്യണമെന്ന് ഈ ദാനം ചെയ്യുന്നയാൾ, വഖഫ് ചെയ്യുന്നയാൾ പറയാൻ പാടില്ല. അതുകൊണ്ട് കണ്ടീഷണലായ ഒരു ആധാരമായതുകൊണ്ട് തന്നെ അതിൽ വഖഫ് എന്ന വാക്കുണ്ടെങ്കിലും വഖഫായി പരിഗണിക്കാൻ പാടില്ല. പിന്നെ അതെന്താണ്? വഖഫ് അല്ലെങ്കിൽ അത് ഗിഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സിദ്ദിഖ് സേട്ട് എന്നൊരാൾ പണം വാങ്ങിയോ വാങ്ങാതെയോ ഫറൂഖ് കോളേജ് എന്ന ഒരു ധർമ്മസ്ഥാപനത്തിന് ദാനം ചെയ്തതാണ്, സമ്മാനമായിട്ട് കൊടുത്തതാണ്. ദാനമാകുമ്പോൾ അത് വിൽക്കാലോ. അപ്പോൾ എന്തായിരുന്നു വഖഫ് ബോർഡിന്റെ വാദം? വഖഫ് സ്വത്തായതുകൊണ്ട് അത് ഫറൂഖ് കോളേജ് വിറ്റത് തെറ്റ്, മുനമ്പത്തുകാർ വാങ്ങിയത് തെറ്റ്, പരമ്പരാഗതമായി അവിടെ വീട് വെച്ച് താമസിച്ചത് തെറ്റ്, നികുതി അടച്ചു വന്നത് തെറ്റ് എന്നായിരുന്നു. ഒരു വലിയ തെറ്റിൻ്റെ പരമ്പരയാണ് വഖഫ് ബോർഡ് പറഞ്ഞത്. ഈ ഹൈക്കോടതി വിധി അത് തിരുത്തി. ഹൈക്കോടതി വിധി പറഞ്ഞു 50 ആധാരം തന്നെ കണ്ടീഷനിലായതുകൊണ്ട് വഖഫ് ആധാരമല്ല, അത് ഗിഫ്റ്റാണ്. ഫറൂഖ് കോളേജിന് കൊടുത്തു, ഫറൂഖ് കോളേജ് സ്വീകരിച്ചു. ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് ഫറൂഖ് കോളേജ് വിറ്റു, കാശ് വാങ്ങി. ആ കാശ് കൊണ്ടുപോയിട്ട് അവർ പകരം ഭൂമി വാങ്ങിയിട്ട് അവിടെ ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങി ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ്. അവർ കളഞ്ഞിട്ടില്ല കേട്ടോ, കാശൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിധി വന്നതോടുകൂടി മുനമ്പത്തുകാർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് രക്ഷയുണ്ട്, രക്ഷപ്പെടാനുള്ള വിധിയുടെ തുടക്കമാണ് കഴിഞ്ഞ ഒക്ടോബർ 9 വിധി. അതിൻ്റെ തുടർച്ചയാണ് ഈ കഴിഞ്ഞ 26 സിംഗിൾ ബെഞ്ചിൻ്റെ വിധി. ഇനി നിങ്ങൾ നികുതി അടച്ചുകൊള്ളുക. അപ്പോൾ എന്തായി? വഖഫ് ആധാരമല്ല എന്ന വിധിയും വന്നു, നികുതി അടക്കാനുള്ള വിധിയും വന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇനി അവർ സമ്പൂർണമായ കൈവശാവകാശം, ക്രയവിക്രയ അവകാശത്തിന് വേണ്ടിയുള്ള അപ്പീൽ ഹൈക്കോടതിയിലുണ്ട്. ഈ വിധികളുടെ തുടർച്ചയായിട്ടാണ് കേരള ഹൈക്കോടതി വിധിക്കുന്നതെങ്കിൽ മുനമ്പത്തുകാർക്ക് അനുകൂലമായിട്ടേ വിധി വരൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ പൂർണ്ണമായും ഇവരുടെ കൈകളിലേക്ക് ഈ പറഞ്ഞതുപോലെ ഉടമസ്ഥാവകാശം എത്തിയിട്ടില്ല. ഈ 2 വിധികൾ പ്രധാനപ്പെട്ടതാണ്, സുപ്രധാനമായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോഴും
ഇത് പൂർണ്ണമായി എത്താതെ ഇവർ നിർത്തിയാൽ ഇത് പിന്നീട് ഇവർക്ക് ദോഷം ചെയ്യുകയില്ല എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ നിയമവിദഗ്ധരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ടായിരിക്കും. ഇപ്പോൾ സ്റ്റാലിൻ ദേവൻ, അതുപോലെ നമ്മുടെ ഫാദർ ജോഷി മയ്യാറ്റിൽ, അവരൊക്കെ അതിന് നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അനന്തമായി സമരം നീട്ടേണ്ടതില്ല. ആളുകൾ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ. കാരണം ഇനി അവർക്ക് പ്രതീക്ഷയുടെ നാളം കണ്ടു തുടങ്ങിയെന്ന് അതിൻ്റെ അർത്ഥം. ഇതിൽ അത്ഭുതകരമായൊരു പരിണതി കൂടി ഈ സമരത്തിനുണ്ട് കേട്ടോ. എന്താ കാര്യം? ഈ സമരത്തെ മുതലെടുത്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ 2 അബദ്ധങ്ങളാണ് കാണിച്ചത്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നൊരു വഖഫ് ഭേദഗതി ബില്ലുണ്ട്. ആ ബില്ല് കൊണ്ട് മുനമ്പത്തുകാർ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരത്തെ പരമാവധി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ആ സമരത്തോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വഖഫ് ഭേദഗതി ബില്ല് സമ്പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDF LDF ചേർന്നിട്ട് സംയുക്ത പ്രമേയവും പാസ്സാക്കി. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയമം എന്താ? കേരളത്തിലെ കേന്ദ്രത്തിൻ്റെ വഖഫ് നിയമം അതിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് പോലും ആയിട്ടില്ല. ആക്ട് വന്നിട്ടേ ഉള്ളൂ. റൂള് ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റൂൾസ് വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കോടതിയിൽ പോകാവുന്ന ഒരു വകുപ്പ് അതിനകത്തുണ്ട്. 2A വകുപ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടുന്ന് വന്നതല്ല, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. ആ 2A വകുപ്പ് പ്രകാരം വേണമെങ്കിൽ അവർ കോടതിയിൽ പോകാൻ കാത്തിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ വഖഫ് ബില്ലിൻ്റെ ഒരാവശ്യവുമില്ലാതെ കേരളത്തിലെ കോടതി തന്നെ പഴയ ആധാരത്തിലെ പഴുതുകൾ കണ്ടെത്തിയിട്ട് നിയമത്തെ വ്യാഖ്യാനിച്ച് മുനമ്പത്തുകാർക്ക് അനുകൂലമായ വിധി വരുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര വഖഫ് അമെൻമെൻറ്റ് ബിൽ ഹാസ് നത്തിങ് ടു ഡു വിത്ത് മുനമ്പം. മുനമ്പത്തുകാർ അതിനെ ചൊല്ലി മുനമ്പത്തുകാരെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതും അവരെ പറ്റിക്കാൻ ശ്രമിച്ചതും നാളെ റൂള് വന്നാൽ ശരിയാവുമെന്ന് പറയുന്നതും ഇനി കേന്ദ്രത്തിലേക്ക് നോക്കേണ്ട യാതൊരു കാര്യവും അവർക്കില്ല. അവർക്ക് അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് തന്നെ നോക്കി കേരള ഹൈക്കോടതി നീതിപൂർവ്വം പ്രവർത്തിച്ചാൽ, ഹൈക്കോടതി വിധിക്കനുസരിച്ച് മാന്യമായി കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ആരാവട്ടെ, UDF LDF മാറി വരുന്ന ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചാൽ മുനമ്പത്തുകാർക്ക് കേന്ദ്ര വഖഫ് ബില്ലിൻ്റെ ആവശ്യകതയില്ലാതെ തന്നെ മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമിയുടെ അവകാശം വീണ്ടും കിട്ടും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണിത്. അതുകൊണ്ട് മുനമ്പത്തുകാർ ഇതുവരെ കണ്ട ദുസ്വപ്നങ്ങളൊക്കെ മാഞ്ഞു പോകുന്നു. അവർക്ക് പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം വന്നിരിക്കുന്നു എന്നൊരു തെളിവാണല്ലോ. അവർ തന്നെ അവരുടെ ആക്ഷൻ കൗൺസിൽ തന്നെ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഞായറാഴ്ച പള്ളിമുറ്റത്ത്, അവിടുത്തെ ഒരു ലാറ്റിൻ ക്രിസ്ത്യൻ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിമുറ്റത്താണ് സമരം നടന്നിരുന്നത്. ആ പള്ളി വികാരിയാണ് ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സന്തോഷം നമ്മുടെ കൂടി സന്തോഷമാണ്, കേരളത്തിൻ്റെ സന്തോഷമാണ്. ഇത് മുതലെടുക്കാൻ ശ്രമിച്ച എല്ലാ രാഷ്ട്രീയക്കാരും ഈ പണി നിർത്തിയിട്ട് ആ പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഒരു ലഡുവെങ്കിലും വിതരണം ചെയ്യാനും തയ്യാറാവട്ടെ. അതായിരിക്കും ഇപ്പം നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.